ഹലോ. അപ്പോൾ നമ്മൾ ഇന്നലെ സ്ഥിരം ഇടുന്ന ആ സമയത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ ആ സമയത്ത് ഇടാറുള്ളത് നമ്മൾ പൊളിച്ചൊക്കെ എണീറ്റ് ആ ഒരു ഫുഡ് കഴിക്കുന്നതും സംഭവങ്ങളും പിന്നെ ഉച്ചവരെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എൻ്റെ പണികളും കാര്യങ്ങളൊക്കെയാണല്ലേ ആ സമയം നമ്മൾ വീഡിയോ ഞാൻ കാണിക്കാറുള്ളത്. അപ്പോൾ ഇന്നലെ പൊളിച്ചൊക്കെ എഴുന്നേറ്റപ്പോൾ എന്താ പറയുക തീരെ വയ്യ കേട്ടോ. പിന്നെ നോക്കുമ്പോൾ ഇതുമൂന്നും പനിയാണ്. അപ്പോൾ ഒക്കെ കൂടെ ആയപ്പോൾ പിന്നെ എന്താ ഞാൻ 4 മണിക്ക് അലാറം അടിച്ചു. അപ്പോൾ ഒരു 10 കൂടി കഴിയട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് കിടന്നതാണ്. പിന്നെ 4:20, 25 ആയപ്പോൾ എഴുന്നേറ്റ് പിന്നെ ഒന്ന് ടെൻഷൻ കയറി. ഇനി ഫുഡൊക്കെ ചൂടാക്കി എടുക്കണമല്ലോ എന്നുള്ള അങ്ങനെയൊക്കെ ആയപ്പം പിന്നെ നോക്കിയപ്പോൾ ഇതുമുന് നല്ല പനി. അപ്പോൾ അവളെ വിളിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ കൂടെ ഒരു ടെൻഷൻ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ഞാനും എന്താ എനിക്ക് നല്ല ഈ പെയിന് കുറച്ച് രാവിലെ എഴുന്നേറ്റ് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. ഈ രാത്രി ഞാനൊരു പാരസെറ്റാമോളൊക്കെ കുടിച്ച് അങ്ങനെ ഗുളികയൊക്കെ കുടിച്ച് കിടന്നതായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ അങ്ങനെ അവർക്ക് പിന്നെ ക്ഷീണം കൊണ്ട് നമ്മൾ അറിയില്ല, അങ്ങനെ ഉണ്ട് ഉറങ്ങും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് എന്തായിരുന്നു കഴുത്തും കെട്ട് പൊന്തുവല. പിന്നെ ഇതാ ഇപ്പോൾ സ്ഥിരം ഇപ്പം എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ട്, കാണിച്ചു തരാം. ഈ സംഭവം ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കറിയാം നീരിറക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ കാണിക്കാത്ത. വെറുതെ ഒരു ഗുളികയും മരുന്നും പിന്നെ നമ്മൾ ഇപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ മരുന്ന് തരും, അതാണ്ട് കുടിച്ചാൽ മാറുമായിരിക്കും. പക്ഷേ ഞാൻ പിന്നെ ഇവിടെ വിക്സൊക്കെ പറ്റിയിട്ട് ചൂടൊക്കെ വെക്കുന്നുണ്ട്. അതുപോലെ ഇത് നന്നായിട്ട് അങ്ങോട്ട് ഈ ഭാഗത്തൊന്നായിട്ട് അടിച്ച ശേഷമാണ് ഞാൻ പണികളൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ രാവിലെ അതൊന്ന് ജസ്റ്റ് ഇതാക്കിയിട്ട് ഇന്ന് പാത്രം കഴുകാനോ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും നിൽക്കാതെ വേഗം കുറച്ച് നേരം കൂടി പോയി കടന്ന് ഇറങ്ങി പിന്നെ എണീക്കണം. പിന്നെ ഇതുപോലെ സ്കൂളും കൂടി ഇല്ലല്ലോ, സ്കൂളില്ലാത്തതുകൊണ്ട് പിന്നെ എഴുന്നേൽക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഉറങ്ങി. അതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചൺ ഇങ്ങനെ ഇപ്പോൾ കിടക്കുകയാണ് കേട്ടോ. ഇതുമൊക്കെ ഇപ്പോൾ ഇങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളൂ. രാവിലെ എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഫുഡൊക്കെ ചൂടാക്കി എടുത്തു. ചായ പോലും കുടിച്ചിട്ടില്ല. എനിക്ക് ഒന്ന് കിടന്നാൽ മതി എന്നുള്ള ഒരവസ്ഥയായിരുന്നു കേട്ടോ. ചായ പോലും കുടിച്ചിട്ടില്ല. അപ്പോൾ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ വേഗം കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി കുടിച്ചിട്ട് വേഗം പോയി കിടന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നിനും ഞാൻ നിന്നില്ല, എനിക്ക് വയ്യായിരുന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 10-10:30 ആയിട്ടുണ്ട്. ഞാനിന്ന് എഴുന്നേറ്റ് ഫ്രഷായി എന്ന് റെഡിയായി വന്നതേ ഉള്ളൂ. നമ്മുടെ ഡ്യൂട്ടീസൊക്കെ തുടങ്ങണം, കാര്യങ്ങളൊക്കെ തുടങ്ങണം. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട്, കഴുത്ത് വേദന സുഖമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ റെഡിയായി വരുന്നേ ഉള്ളൂ. പക്ഷെ നമ്മളോട് അങ്ങനെ ഒരാൾ ചോദിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ പ്രിയപ്പെട്ടവർ പോലും ചിലപ്പം ചോദിക്കില്ല. പക്ഷേ അങ്ങനെ ഒരാൾ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഇന്നലെ രാത്രി വീഡിയോ ഇല്ലാഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ പണികളൊന്നും തീർന്നിട്ടില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ പുലർച്ചെ എഴുന്നേറ്റു. 4:30 ആയിട്ടുണ്ട് എഴുന്നേറ്റ് വന്നപ്പോൾ. അപ്പോൾ അതൊക്കെ ഭക്ഷണമൊക്കെ എൻ്റെ ഹസ്ബൻഡിനും നീനുവിനൊക്കെ ചൂടാക്കി കൊടുത്തു. അതൊക്കെ അവർ പ്ലേറ്റൊക്കെ ഞാൻ കൊണ്ടുപോയി വെച്ചു. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചു കേട്ടോ. എന്നെ വഴക്ക് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് കഴിച്ചാളാന്ന് പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. തടിയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാതെക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ചീത്ത പറയുന്നുണ്ട്. പോരാത്തതിന് ഞാൻ ഡോക്ടറെ കാണിക്കാൻ വരാത്തതിൻ്റെ ചീത്തയും പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വിളിച്ചാലും വരില്ല, പോരാത്തതിന് മരുന്നും കുടിക്കൂല എന്നൊക്കെ പറഞ്ഞ്, എന്നാൽ ഒന്ന് വിക്സ് എന്തെങ്കിലും തേച്ച് ചൂട് വെച്ച് നോക്കുമെന്ന് പറഞ്ഞാൽ അതും കേൾക്കൂല എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ എന്തിനാ അപ്പോൾ കുറേ മരുന്ന് കയറ്റുന്നത്, ഒരു 2 ദിവസം കൊണ്ട് മാറുമായിരിക്കും എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഡോക്ടറെ കാണിക്കാൻ നിൽക്കാത്തത്. അത് നമുക്ക് ഈ ശരിയാഞ്ഞിട്ടാണോ അതോ നീരിറക്കത്തിൻ്റെതാണോ എന്നുള്ള ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. അപ്പം എന്താ പറയുക, ഏതായാലും അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം നല്ല മാറ്റമുണ്ട്, ഇന്നലത്തേനെങ്ങാനും മാറ്റമുണ്ട്. പക്ഷേ ഈ നമ്മൾ ഓരോ പണികൾ ചെയ്യുമ്പോൾ അത്ര ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അറിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇരിക്കുകയോ ചെയ്യുമ്പോഴാണ് ആ ഒരു കുത്തിപ്പറിച്ചിലും വേദനയൊക്കെ വരുന്നത്. അപ്പം ഏതായാലും ആ ഒരു സംഭവം മൂവുള്ളതുകൊണ്ട് അത് അപ്പം അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ചുറ്റുഭാഗം അടിച്ച് അതിൻ്റെ നീറ്റിലൊക്കെ മാറുമ്പോൾ കുറച്ച് നേരം ഒരു സുഖം ഉണ്ടാവും കേട്ടോ. അങ്ങനെ പോകുന്നുണ്ട്. നോക്കാം, നമുക്ക് 2 ദിവസം കൂടി നോക്കാം, അല്ലെങ്കിൽ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്നുണ്ട്. പക്ഷേ നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വോയിസൊക്കെ കൊടുക്കുന്ന നേരം നല്ല മാറ്റം ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അങ്ങനെ ഇല്ലാതായത്. അങ്ങനെ വീഡിയോ എന്താ ഇല്ലാഞ്ഞെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയണത് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ ആദ്യം തന്നെ ഇന്നലെ അലക്കി വെച്ചത് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു. പിന്നെ ഉണങ്ങാനിട്ടു, ഉണങ്ങിയതൊക്കെ എടുത്ത് മടക്കി വെക്കുകയാണ്.
എന്താ പറയുക ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്ന പണികളൊക്കെ ഇപ്പോൾ രാവിലെയാണ്. നമ്മൾ ആദ്യം നോമ്പിന് മുന്നേ ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാറ്. നമ്മൾ ഉണങ്ങിയ തുണിയൊക്കെ ഉണ്ടെന്ന് മടക്കി വെക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ അതൊക്കെ ഇപ്പോൾ രാവിലെയാണ്. രാവിലത്തെ പണികൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുക കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ്. ഒക്കെ ഒന്ന് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഒക്കെ ഒരു ക്രമം വരുന്നേ ഉള്ളൂ. നോമ്പിനാകുമ്പോൾ നമുക്ക് നമ്മളുടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയവും കാര്യങ്ങളൊക്കെ തെറ്റി ഒക്കെ ഒന്ന് റെഡിയായി വരുന്നൊന്ന് ശരിയായി വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ ഈ ഒരു വേദനയും കാര്യങ്ങളൊക്കെ വന്നതാണ്. അപ്പം എന്താ പറയുക അങ്ങനെ ഓരോരോ പണികളിങ്ങനെ തീർക്കട്ടെ. അപ്പം ഞാൻ മടക്കി വെക്കുന്നുണ്ട്. മടക്കി വെച്ചതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ കൊണ്ടുവെക്കണം. ഓരോരുത്തരുടെ സംഭവങ്ങളൊക്കെ കൊണ്ടുവെക്കാമെന്ന് കരുതി അങ്ങനെയുള്ള ഓരോ പണികളാണ് കേട്ടോ. കഴിഞ്ഞിട്ട് വേണം നമുക്ക് കിച്ചണൊക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാൻ. നന്നായിട്ട് വെയിൽ വരുന്നുണ്ട്. 11 മണിയൊക്കെ കഴിഞ്ഞില്ലേ, ചൂടും വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം തന്നെ എണീറ്റ് പാടനെ നന്നായിട്ട് മേല് കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് മാറി നൈറ്റി ഇട്ട് ഇങ്ങനെ നടക്കുന്നു. രാത്രി വീഡിയോ എടുക്കാത്തത് കൊണ്ട് തന്നെ നൈറ്റി മാറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഡ്രസ്സുകളൊക്കെ മടക്കി കൊണ്ടുവച്ചപ്പോഴാണ് കേട്ടോ മോള് വിളിച്ചത്. അവൾ ഇവിടെ ഇല്ല, അവൾ നാട്ടിലില്ല, ഡൽഹിയിലാണ്. അപ്പോൾ അവിടുന്ന് വീഡിയോ കോൾ ചെയ്തിട്ടോ. അപ്പോൾ ആ താജ്മഹലിൻ്റെ മുന്നിൽ നിന്നാണ് എന്നെ വിളിച്ചത്. അപ്പോൾ എനിക്ക് കാണാൻ ഏറ്റവും ആഗ്രഹമുള്ളൊരു സ്ഥലമാണ് കേട്ടോ താജ്മഹൽ. അപ്പോൾ അത് അവർക്കറിയാലോ. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, അമ്മച്ചി ഞാൻ ഇവിടെ എത്തി, ഇതാണ് അതുകൊണ്ടാണ് അവിടുന്ന് അങ്ങനെ ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും. പക്ഷേ അങ്ങനെ പുറത്തുനിന്നായിട്ട് അവൾ കാണുന്ന രീതിയിൽ തന്നെ വിളിച്ചത് കേട്ടോ. അപ്പോൾ അതാണ്ട് മോളുൻ്റെ ഹസ്ബൻഡും പിന്നെ ഐറൂസൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ എനിക്ക് കാണുന്നു. പിന്നെ മോളുവിൻ്റെ ഹസ്ബൻഡിൻ്റെ 2 ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളൊരു 10-15 മിനിറ്റോളം സംസാരിച്ചു. പിന്നെ ഇതൊക്കെ താജ്മഹലൊക്കെ ഇങ്ങനെ കാടുത്തുനിന്ന് ഭയങ്കര പൊലിവിലായിട്ട് അവളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് പിന്നെ മോളുവിൻ്റെ ഹസ്ബൻഡ് കൊടുത്തൊരു ഗിഫ്റ്റാണത്. അടിപൊളിയാണ്. അവൾ ഒരു സന്തോഷിക്കുമ്പോൾ തന്നെ നമുക്കും ഒരുപാട് സന്തോഷമാണല്ലോ. കണ്ടോ, ഈ ഒരു സാധനം എനിക്ക് കാണാൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. ഭയങ്കര ആഗ്രഹം എനിക്ക് കാണാനിട്ട്. അപ്പം എല്ലാവരും കണ്ടു. തുത്തും പിന്നെ എന്താ പറയുക ട്രിപ്പൊക്കെ പോയി. അവർ ഡൽഹിയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അവർ കണ്ടു. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ പിന്നെ ജുമും നാനിയും പിന്നെ അമ്മ ഇപ്പൊക്കെ പോയിട്ട് അവരും അങ്ങനെ പോയി കണ്ടു. ഇപ്പോൾ പോയി കണ്ടു. ഇനി ഞാനും നീനുട്ടി ഇതുമ്പോൾ മാത്രമുള്ളൂ കാണാത്തത്. ഞങ്ങൾ പോകും, എന്തായാലും ഞങ്ങൾ പോകുന്നുള്ളതൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കണിട്ട്. അങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ പാത്രം കഴുകാനൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ 11-12 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും പിന്നെ പാത്രം ഒരുപാട് കഴുകാനുണ്ട്. ഇതുമുന്നാണെങ്കിൽ പനി അവൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ പനീൻ്റെ ഗുളിക കൊടുത്തതാണ് കേട്ടോ. ചെറിയൊരു പനിയുള്ളൂ, കുഴപ്പം ഡോക്ടറെ കാണിക്കാനുള്ളതൊന്നുമില്ല. അവൾ ഇന്നലെ ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വരുമല്ലോ, ആ ടൈമിൽ സ്കൂൾ ബസ്സിൽ കയറാതെ ഇന്നലെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നടന്നു പോന്നു പറഞ്ഞു. അപ്പം സ്കൂൾ ബസ്സിൽ ഇല്ലാത്ത ഫ്രണ്ട്സുകളുണ്ടല്ലോ, അടുത്തുള്ള വീടൊക്കെ ഉള്ളതായിട്ട് അവരൊക്കെ നടന്നു വരുന്ന കുട്ടികളുണ്ടല്ലോ, അവരപ്പോൾ നടന്നു പോകുന്നത്. അവർക്ക് ഇങ്ങനെ സ്കൂൾ ബസ്സിൽ പോകുന്ന ശീലമായിട്ട് വെയിലൊന്നും കൊണ്ട് അങ്ങനെ ശീലമില്ലല്ലോ. അങ്ങോട്ട് പിന്നെ ഓളപ്പം കൊണ്ടാക്കും, ഇങ്ങോട്ട് പിന്നെ ബസ്സിലും പോരും, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ എന്തോ വെയിൽ കൊണ്ടതുകൊണ്ടായിരിക്കും, പിന്നെ ഇങ്ങനെ നീരിറങ്ങിയതുകൊണ്ട് തന്നെ ആയിരിക്കും. എല്ലാവർക്കും ഓരോരോ വെയിൽ അങ്ങോട്ട് കൊണ്ടാൽ പിന്നെ എനിക്കും എൻ്റെ മക്കൾക്കൊക്കെ മുലകലാവും കേട്ടോ. ഈ നീരർക്കതിൻ്റെ കഫക്കെട്ടിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും. എന്തായാലും ഗുളികയൊക്കെ കൊടുത്ത് അവളെ പറഞ്ഞേച്ച് ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് ഇങ്ങനെ കിച്ചണിങ്ങനെ കിടക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടായിട്ട് വേഗം ചെയ്യാണ്. നീനുട്ടിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവൾ പിന്നെ അതിന് പോയതിട്ട്. അവൾക്കും വയ്യ, 4-5 നോമ്പായില്ലേ, അല്ലെങ്കിൽ ഫുഡും കാര്യങ്ങളൊന്നും കറക്റ്റ് ആവാതെ പെട്ടെന്ന് ഗ്യാസ് കയറും അവൾക്ക് കേട്ടോ. പിന്നെ നീനുട്ടി വയറ് പെട്ടെന്ന് കേട്ടിരുന്നു. കാരണം നമ്മൾ കഴിക്കുന്ന നേരമൊന്നും അല്ലല്ലോ ഇപ്പോൾ ഫുഡ് കഴിക്കണത്. നമ്മൾ കഴിക്കാത്ത നേരമൊക്കെ കഴിക്കുന്ന നേരമൊക്കെ കഴിക്കില്ല. അങ്ങനെയുള്ള ആ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഭയങ്കര വയറുവേദനയൊക്കെയാണ്. അപ്പം എന്താ പറയുക, അവൾ ഞാൻ അങ്ങനെ ഒന്നിനും പറഞ്ഞില്ല, എനിക്ക് വയ്യാഞ്ഞ് കുറേ അവൾ കഴുകി തരണമെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ വേണ്ട കിടന്നോന്നും പറഞ്ഞിട്ട്, നിനക്ക് ക്ലാസ്സും ഉണ്ട്, എഴുതാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി ടൈൽസും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും തുടച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടു. പിന്നെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണികളൊന്നും ഫുഡ് ഉണ്ടാക്കാനൊന്നുമില്ല. ഫുഡ് നമുക്ക് വൈകുന്നേരം വന്ന് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. എന്താ പറയുക, ഇപ്പോൾ ഇന്ന് രാവിലെ ഒന്നും കഴിക്കാതിരുന്ന ഡയറ്റ് ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ. നമുക്ക് കഴിക്കാനുള്ളൊരു മൂഡോ അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള ഒരു സംഭവങ്ങളൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നാൽ ചിലപ്പോൾ കുടിക്കുമായിരുന്നു. പക്ഷേ ഞാൻ തന്നെ കുടിക്കണ്ടേ, അവർക്കൊക്കെ ഉള്ളതൊക്കെ ചൂടാക്കി കൊണ്ടുവർത്തു. അപ്പോൾ എനിക്ക് ചായ അപ്പോൾ ആ നേരം ഒന്നും തോന്നിയില്ല. ഒന്ന് കിടന്നാൽ മതി എന്നുള്ള ഒരു സൈഡ് ഇങ്ങനെ വേദനയായിട്ട് കിടന്നാൽ മതി എന്നുള്ളതുകൊണ്ട്
ഞാനങ്ങനെ കിടന്നത്. ഇപ്പോൾ ഈ നേരമൊക്കെ ആയപ്പോൾ എനിക്ക് നല്ല വിശപ്പ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, 1-2 കമൻറ്റ് ഉണ്ടായിരുന്നു. രാവിലെ എന്താ കഴിക്കൽ, പുലർച്ചെ എന്താ കഴിക്കൽ എന്നൊക്കെ ചോദിച്ച്. പുലർച്ചെ എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാട്ടോ ഞാൻ എനിക്ക് കഴിക്കാൻ എന്താ പറയുക, ഫുഡ് കഴിക്കാനിരുന്ന ഒരു ഛർദ്ദിക്കാൻ വരുന്ന പോലെയാണ്. നമ്മൾ പുലർച്ചെ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ കിടക്കുക എന്തെങ്കിലും പിന്നെ അതിങ്ങനെ ഛർദ്ദിക്കാൻ വന്നുകൊണ്ട് നിൽക്കും എനിക്ക്. അതുകൊണ്ട് ഞാൻ ആ ഒരു സംഭവം ഒഴിവാക്കിയതാണ് കേട്ടോ ഫുഡ് കഴിക്കണത്. ഞാൻ രാത്രി 10-11 മണിക്ക് എന്തെങ്കിലും കഴിച്ച് കിടക്കാറാണ് പതിവ്. ഇപ്പോൾ ഇപ്രാവശ്യം അതുമില്ല. ഇപ്രാവശ്യം എന്താ അറിയില്ല, എനിക്ക് അധികം നമ്മളിങ്ങനെ ഡയറ്റിങ് ചെയ്ത് ഇങ്ങനെ പോയതുകൊണ്ടാവും എന്താ അറിയില്ല. ഇപ്പോൾ എനിക്ക് ഇപ്രാവശ്യം അധികം ഒന്നും ഫുഡും കഴിക്കാൻ കഴിയില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കാത്ത ആ ഒരു സംഭവത്തിൻ്റെ വെയിറ്റ് കുറയുന്നുമില്ല. അധികമൊന്നും പെട്ടെന്ന് അങ്ങനെ വെയിറ്റൊന്നും കുറയുന്നില്ലല്ലോ. എന്താ ഇപ്പോൾ കഴിക്കണത് ശരിക്കും പറഞ്ഞാൽ ഞാനും പുലർച്ചെ ഇപ്പോൾ നമ്മൾ പെലച്ചക്ക് കഴിക്കുന്നത് ആകെ ഒരു ഗ്ലാസ് ചായയാണ്. അത് കഴിച്ച് പിന്നെ ഒരു വെള്ളം കൂടി നമ്മൾ കുടിക്കുക. അപ്പോൾ കുടിക്കുന്ന വെള്ളമല്ലേ ഉള്ളൂ, പിന്നെ ഒന്നും കഴിക്കണില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കഴിക്കണത് എപ്പോഴാണ്, മരുന്നിൻ്റെ സമയത്ത് വൈകുന്നേരമല്ലേ. അത് ആണെങ്കിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ സ്നാക്സ് ഒരു 3 എണ്ണം 4 എണ്ണം 5 എണ്ണം ഒക്കെ കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പേരിനൊന്നാണ് ഞാൻ കഴിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടും പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അല്ലേ കഴിക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടും ഞാൻ പറയുന്ന വെയിറ്റ് അത്രയും ആ ഒരു സംഭവത്തിന് കുറയുന്നില്ല. എന്നാലും കൂടുന്നില്ല കേട്ടോ. കൂടുന്നില്ലല്ലോ എന്നുള്ള സമാധാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഭക്ഷണത്തിൻ്റെ സമയം തെറ്റിയാലും വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ടാവും. എനിക്കറിയില്ല കേട്ടോ, ഗ്യാസിൻ്റെ പ്രശ്നം ചിലപ്പോൾ നമുക്കുള്ളിലുണ്ടാവുമല്ലോ, എന്താ അറിയില്ല. അങ്ങനെ വെയിറ്റ് അങ്ങനെ വിചാരിച്ച ആ രീതിയിലൊന്നും കുറയുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ രാവിലത്തെ പരിപാടി ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും തീർത്ത് അവിടെയൊക്കെ തുടച്ച് പോയതായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ കിടന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 3:30-4 മണി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും കിച്ചണിക്ക് വന്നപ്പോൾ വന്നതിന് ശേഷം വേഗം ഞാൻ ചിക്കന് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താന്ന് ഉണ്ടാക്കണത് എന്നിങ്ങനെ ഹസ്ബൻഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കനല്ലേ എന്താ ഇപ്പോൾ കറിയുണ്ട്, പത്തിരി ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മന്തി വാങ്ങിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചിക്കന് കൊണ്ടുവന്നല്ലോ അപ്പോൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ ചിക്കൻ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് എന്തെങ്കിലും പൊരിക്കുക അല്ലെങ്കിൽ കറി എന്തെങ്കിലും വെക്കുക, നമുക്ക് മന്തി റൈസ് മാത്രം വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി. പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ, നമുക്ക് ചിക്കന് പൊരിച്ചാൽ മതിയല്ലോ എന്നൊക്കെ സമാധാനത്തിലാണ് ഞാനിപ്പോൾ. എന്തായാലും ചെറിയ ആ ഒരു വേദനയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ. എന്തായാലും മന്തി റൈസ് വാങ്ങാമെന്ന് പറഞ്ഞു. ഞാനിത് ചിക്കനെ വലിയ പീസാക്കിയിട്ട് ആണുള്ളത്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഉള്ള ആ രീതിയിലാണ് കേട്ടോ പീസുള്ളത്. തൽക്കാലം അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാമെന്ന് കരുതി. അതിനെ എന്താ പറയുക, അൽഫാം പോലെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ അൽഫാമൊന്നും. നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണാം, അങ്ങനെ വെച്ചാൽ മതി, ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, ഇങ്ങനെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വീഡിയോസൊക്കെ കാണാം. പക്ഷേ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ കുക്കിങ്ങിനോട് വലിയ താല്പര്യമൊന്നുമില്ല, മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ പരീക്ഷണങ്ങളൊന്നും അധികം ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ എന്താ മന്തി റൈസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ നീനൂട്ടി ഇതുമൊക്കെ പറഞ്ഞു, ഇമ്മച്ചി എന്നാൽ അൽഫാം ഉണ്ടാക്കിക്കോ, നമ്മൾ ചെറിയ പീസ് ചിക്കൻ കൊണ്ടായാലും അൽഫാം ഉണ്ടാക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല ഉണ്ടാക്കാൻ, ഞാൻ നോക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് എന്തൊക്കെയോ തക്കാളി മല്ലിച്ചപ്പോൾ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഞാൻ വീഡിയോയിൽ നോക്കിയപ്പോൾ എന്തൊക്കെയോ ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നല്ലാതെ സാധാ രീതിയിൽ നന്നായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് പച്ചമുളക് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അതായത് ചതക്കിയല്ല, നല്ല നന്നായിട്ടൊന്ന് അരച്ച് എടുക്കുന്നുണ്ട്, നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്താ പറയുക മസാലയൊക്കെ പെരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനിൽ ലെഗ് പീസൊക്കെ നല്ല കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തതുകൊണ്ട് എന്താ പറയുക ശരിക്കും നമുക്ക് അൽഫാം പോലെയൊക്കെ ഉണ്ടാക്കാം. പിന്നെ അൽഫാമിലേക്ക് എന്തോ തൊലിയുള്ള ചിക്കനാണ് തോന്നുന്നു അല്ലേ, നല്ലത് അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. അപ്പോൾ നമ്മളിത് പിന്നെ സാധാ പോലെ കട്ട് ചെയ്ത് വാങ്ങിയതാണല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും നിന്നില്ല. എന്താ പറയുക അറിയാത്ത പണിക്ക് നിൽക്കണ്ടല്ലോ ഈ നോമ്പ് കാലത്ത് എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തില്ല. ഏതായാലും തൽക്കാലം ഞാൻ മക്കളെ പറ്റിക്കാനുള്ള ഒരു ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്. ചിക്കന് നല്ല പീസൊക്കെ എടുത്തിട്ട് തൈര് കുറച്ച് കൂടുതൽ ഒഴിച്ചു കേട്ടോ. തൈര് ഒഴിച്ചു, പിന്നെ ഇതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി, എന്നിട്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കൂടുതലിട്ടു, ഒക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതാ ഉപ്പൊക്കെ ഇട്ടിട്ട് തൈര് കുറച്ച് കൂടുതലിട്ടിട്ട് നല്ല ഇതുപോലെ മസാലയൊക്കെ പുരട്ടി നന്നായിട്ട് വരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു എന്താ പറയുക, നമ്മൾ ഒരു ചുവപ്പ് കളറുള്ള ആ ഒരു മുളക് പൊടി ഉണ്ടല്ലോ, എന്താ പറയുക കാശ്മീരി ചില്ലി, ആ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി കളർ ഉണ്ടാവുമെന്നൊക്കെ തോന്നിയില്ല. പിന്നെ എന്താ പറയുക പൊരിച്ചപ്പെട്ടോ,
അപ്പോൾ അതൊന്നും ഇട്ടില്ല. അപ്പോൾ ഞാൻ സാധാ മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് മസാല തേച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇത് പിന്നെ എനിക്ക് കുറച്ച് ചിക്കന് ഇന്നലത്തെ കുറച്ച് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്താ മന്തിയും അത് മാത്രം എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഒരു ഉള്ളി എടുത്തിട്ട് അതുകൊണ്ടുള്ള കലാപരിപാടിയാണെന്ന്. കൂടുതൽ ഉള്ളിയൊന്നും എടുത്തിട്ടില്ല. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വാട്ടി നമ്മൾ ചിക്കൻ റോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും റൈസൊക്കെ ആയിട്ട് ഇതുമ്പോൾ വരുന്നുണ്ട്. ഒളപ്പച്ചിൻ്റെ പോയിട്ടുണ്ടായിരുന്നു റൈസ് വാങ്ങാനായിട്ട്. അപ്പോൾ അതാ കൊണ്ടുവന്ന് പിന്നെ ഇതിൻ്റെ 1 കിലോൻ്റെ ആ റൈസ് മാത്രമാണ് വാങ്ങിയത്. പിന്നെ അതിലേക്ക് മയോണൈസും എന്താ പറയുക ടൊമാറ്റോ സോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും ഒന്നും നോമ്പറ്റിട്ടില്ല. നോമ്പുകളിലെത്തിയാണ് ഞാൻ അങ്ങനെ വിളിച്ചപ്പോൾ ചിരിച്ച് പോയതാണ്. അപ്പോൾ പനിയൊക്കെ സെറ്റായിട്ടുണ്ട്. ആ ഒരു വെയിൽ കൊണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏതായാലും ഒക്കെ ആയിട്ടുണ്ട്. നാളെ വെള്ളിയാഴ്ചയല്ലേ, നാളെ എന്താ നോമ്പ് നോൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉളപ്പിച്ച്. അതായത് ഈ വീഡിയോ വരുന്ന അന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം നോൽക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്ന പാടെ റൈസൊക്കെ നമ്മൾ എന്താ പറയുക പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. സോസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി വെക്കണം അല്ലേ. അപ്പോൾ ഞാൻ അടുപ്പത്താണെങ്കിൽ ഉള്ളി വാട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കുക. എന്നാലും ഓരോരുത്തർക്കും ഓരോ ചിക്കൻ റോൾ കഴിക്കാമെന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ്. എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തോ ഇതാണ് പിന്നെ ഒരു നോമ്പാവും പെട്ടോ. അല്ലാതെ നമ്മൾ അങ്ങനെ ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഈ നോമ്പാകുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കലാപരിപാടിയൊക്കെ കേട്ടോ. അല്ലെങ്കിൽ അറിയാലോ, നമ്മൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, അങ്ങനെ സ്നാക്സ് ഒന്നും അങ്ങനെ ഉണ്ടാക്കി ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിലുള്ളതൊന്നുമല്ല. അപ്പോൾ നോമ്പാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ എന്തോ ഒരു വിഷമമാണ്. അവിടെ മഞ്ചേരി അലിൻ്റെ അമ്മ ഓരോന്നുണ്ടാക്കും. അപ്പോൾ അമ്മക്ക് പിന്നെ അടുക്കളയിൽ പണി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇരിക്കുക എന്നൊക്കെ പറയണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുക സംഭവങ്ങളൊക്കെ. അപ്പം അതുകൊണ്ടാണ്. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ലല്ലോ. ഞാനായാലും എൻ്റെ തുത്തുമായാലും അങ്ങനെ അടുക്കളയിൽ അങ്ങനെ കിടന്ന് പറയുന്നത് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും മക്കൾക്ക് വേണ്ടി മക്കളും ഇതൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കിയതുകൊണ്ടാണ് നമ്മളതൊക്കെ കഴിച്ചത്. അപ്പോൾ അതേപോലെ നമ്മൾ ഉണ്ടാക്കിയാലല്ലേ നമ്മൾ മക്കൾക്ക് വീട്ടിൽ നിന്നുള്ള ഹോം മെയ്ഡ്. ഇപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ നമുക്ക് എല്ലാം കിട്ടും. പക്ഷേ ഹോം മെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവർ കഴിക്കണ്ടേ. അപ്പോൾ ഇപ്പോൾ തുത്തും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവളും സമൂസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. രാത്രിയായാൽ ഞങ്ങൾ വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ എന്താ ഉണ്ടാക്കിയത്, അവിടെ എന്താ ഉണ്ടാക്കിയത്, ഇവിടെ എന്താ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ആകുമ്പോൾ അതാ നമ്മൾ അപ്പോഴേക്ക് ബിരിയാണി നമ്മൾ കൊണ്ടുവന്ന മന്തി റൈസൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി വെച്ച് പിന്നെ ഉള്ളിയൊക്കെ വാടി മസാലപ്പൊടികളൊക്കെ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇത് മാത്രമേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ. അത് ഇട്ടാൽ മതി ടേസ്റ്റ്. അല്ലാതെ കൂടുതൽ മസാലപ്പൊടികളൊന്നും ഞാൻ ഇടാറില്ല. ഇട്ട് അവിടെ ഓഫാക്കി. അതിന് ശേഷം ഞാൻ കുക്കറിൽ ഇന്ന് ഞാൻ മുട്ടയും ഉരുളക്കിഴങ്ങും ഒപ്പം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലട്ടോ, നല്ല രീതിയിൽ തന്നെ മുട്ടയും പുഴുങ്ങി കിട്ടി, ഉരുളക്കിഴങ്ങും പുഴുങ്ങി കിട്ടിയിട്ടോ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചത് കേട്ടോ. എനിക്ക് വേറെയാണ് ഞാൻ ഇതുവരെ പുഴുങ്ങി നോക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് വീങ്ങിയത് കുത്തി ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ ചിക്കൻ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 3-4 പീസ് ഉണ്ടായിരുന്നു. അത് വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊക്കെ സെറ്റായപ്പോഴാണ് ഞാൻ ബ്രെഡ് നോക്കിയപ്പോൾ അതാ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യാന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ പറ്റും. കാരണം കുറച്ച് പൊടിച്ചെടുക്കും വേണമല്ലോ നമ്മളിപ്പം, അതുകൊണ്ട് ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ പൊടിക്കാനും വേണമല്ലോ. ഏതായാലും പോട്ടെ, ഒരു 3 എടുത്തിട്ട് 3 ബ്രെഡ് എടുത്തിട്ട് പൊടിക്കാം. പിന്നെ ബാക്കിയുള്ളതുകൊണ്ട് മസാലയൊക്കെ കൂട്ടിയിട്ട് റോൾ ഉണ്ടാക്കാൻ ഞാൻ ചിലവരിങ്ങനെ എന്താ പറയുക മാവ് ഉണ്ടാക്കിയിട്ട് മൈദപ്പൊടീൻ്റെ മാവ് കൊണ്ട് ചിക്കൻ റോൾ ഉണ്ടാക്കില്ലേ. ഞാൻ അങ്ങനെ ബ്രെഡ് കൊണ്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ എന്താ പറയുക കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് നീളത്തിലാണല്ലോ ചിക്കൻ റോൾ കിട്ടുക. അപ്പോൾ ഞാനിങ്ങനെ ഉമ്മാനോട് ചോദിച്ചാൽ അതെന്താ അങ്ങനെ അത്ര നമ്മൾ ഉണ്ടാക്കുമ്പോൾ ബ്രെഡിലായതുകൊണ്ടാണോ ചെറുതവിലെന്താ എന്തിലാണ് ഈ ഉണ്ടാക്കുന്നത് ചോദിക്കുമ്പോൾ പറഞ്ഞു അത് ചിലരിങ്ങനെ ഓരോ മൈദപ്പൊടിയിൽ അപ്പം ചുട്ടിട്ട് അതിൽ മടക്കി അങ്ങനെയൊക്കെ ഉണ്ടാക്കും, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുവരെ ബ്രെഡ് കൊണ്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഞാൻ ആദ്യം ബ്രെഡ് പൊടിച്ചു ആ ഒരു മിക്സിയിൽ തന്നെ. പിന്നെ നമ്മുടെ ചിക്കൻ വറുത്തതുണ്ടല്ലോ അതും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി എടുത്തിട്ടോ. അങ്ങനെ എല്ലാം കൂടെ അതാ ഈ നമ്മൾ ഉള്ളി വാട്ടിയ ആ ഒരു ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ എത്ര സ്പൂൺ കൊണ്ട് ഇങ്ങനെ യോജിപ്പിക്കാൻ ശ്രമിച്ചാലും കൈകൊണ്ട് ഇങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുന്ന ആ ഒരു ഇത് കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ.
അപ്പം ഞാനിത് ഉണ്ടാക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ നീനുട്ടിക്ക് ഓടി വന്ന്, കാരണം എന്നൊന്നും സ്പെഷ്യലി ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചത്, കാരണം എനിക്ക് വയ്യാത്തതല്ലേ. അവൾ വിചാരിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മന്തി കൊണ്ടുവരികയാണല്ലോ, അപ്പോൾ ഉമ്മച്ചി കൂടുതൽ പണിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എന്താ ഇപ്പോൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരാത്തതെന്നുള്ള രീതിയിലാണ് അവൾ വന്ന് നോക്കിയത്. അപ്പോൾ നോക്കുമ്പോഴാണ് ഞാനിവിടെ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യണ കണ്ടത് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ബ്രെഡിൻ്റെ ഉള്ളിൽ ബ്രെഡൊന്ന് നനച്ചിട്ട് ഇതുപോലെ ഒന്ന് നനച്ച് കയ്യിൽ നന്നായിട്ട് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ഉണ്ടാക്കി വെച്ച മസാല വെച്ച് കൊടുക്കുകയാണ്. ചിക്കൻ റോള് ഉണ്ടാക്കി നോക്കാത്തവർക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ട് വിചാരിച്ചിട്ടോ, അല്ലാതെ എനിക്ക് ഒരുപാട് അറിഞ്ഞിട്ടല്ല, ഞാൻ എപ്പോഴും പറയാവുന്ന പോലെ കുക്കിംഗ് എനിക്കറിയാം ഒരുപാട് അറിയുന്ന ഒരാളല്ല. ഞാൻ ഉണ്ടാക്കുന്ന വിധം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ബ്രെഡ് ഒന്ന് നല്ലോണം വെള്ളത്തിൽ മുക്കി നനച്ച് നല്ല പിഴിഞ്ഞിട്ട് കയ്യിൽ നന്നാക്കി പരത്തി വെക്കുക. പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ മസാല പറ്റി പിന്നെ എന്താ പറയുക ആ മസാല ഉള്ളിൽ വരുന്ന രീതിയിൽ ബ്രെഡ് ചുറ്റുപാടാണ്ട് ശരിയാക്കിയിട്ട് വെക്കുക. പിന്നെ നമ്മൾ പിന്നെ ഉള്ളിൽ വെച്ച് ആ മസാല വെച്ച ആ ബ്രെഡിന് നമ്മൾ എന്ത് ചെയ്യണം, 2 മുട്ട ഞാൻ ഉടച്ച് കുരുമുളക് പൊടി ഇപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് പൊടിച്ചതിലൊന്ന് മുക്കിയിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്നാക്സിൽ ഒരു സംഭവമാണിത്. ഇത് ഉന്നക്കായൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, മസാല കുറച്ചുകൂടി ബാക്കി ഉണ്ടായിരുന്നു, പിന്നെ റസ്ക് പൊടിയും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രെഡ് മാത്രമാണ് നമുക്ക് കുറച്ച് കുറവുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉണ്ടാക്കി വെച്ച മസാല ഒന്ന് വട്ടത്തിലൊന്ന് പരത്തിയിട്ട് അത് കട്ട്ലറ്റ് ആക്കിയിട്ട് മുട്ടയിലും പിന്നെ നമ്മുടെ ബ്രെഡിൻ്റെ ആ പൊടിയിലൊക്കെ മുക്കിയിട്ട് ഇതുപോലെ കട്ട്ലറ്റ് ആക്കിയിട്ടോ. അങ്ങനെ 6 ചിക്കൻ റോളും 6 കട്ട്ലറ്റുമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. തൽക്കാലം അതൊക്കെ വെച്ച് സെറ്റാക്കാൻ. എന്നാൽ ഒരു എന്താ പറയുക, ഓരോന്ന് വീതം എല്ലാവർക്കും തിന്നാനും ഉണ്ടല്ലോ. അപ്പോൾ 2 ഐറ്റംസ് ആകുമ്പോൾ 2 സ്നാക്കായില്ലേ. അങ്ങനെ നമ്മൾ ഇതാണ് കേട്ടോ ചിക്കൻ്റെ ഒരു അവസ്ഥ. ഞാൻ നല്ല മസാല വരട്ടി വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തത് വെച്ചാൽ, നല്ല കട്ടിയുള്ളൊരു ചട്ടി വെച്ച് കുറച്ച് ഇത്തിരി വെളിച്ചെണ്ണ പാർന്നിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ടു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മൂടി വെച്ച് ചെറിയ തീയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുക ചെയ്തത്, അല്ലാതെ മുക്കി അങ്ങോട്ട് വറുത്തെടുക്കല്ല കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത് ഏകദേശം ഒരു അൽഫാമിൻ്റെ ഷേപ്പ് ഇല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു രീതിയിൽ ചെറിയ തീയിൽ ഇങ്ങനെ വേവിച്ച് പിന്നെ അതിൻ്റെ മേലേക്ക് ഞാൻ ലേശം ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ബട്ടറിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ, കാരണം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അൽഫാമിൻ്റെയൊക്കെ ആ ടേസ്റ്റ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ചെറിയ തീയിലിങ്ങനെ വേവിച്ച് പിന്നെ മറിച്ചിട്ട് അപ്പുറം വേവിച്ച് കുറേ നേരം കൊണ്ടാണ് അത് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ മന്തിയായി. അതിലേക്കുള്ള ചിക്കൻ വറുത്തു. പിന്നെ നമ്മൾ മയോണൈസും മറ്റേ സംഭവം എന്താ ടൊമാറ്റോ സോസൊക്കെ പാത്രത്തിലാക്കി. പിന്നെ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കി, ചിക്കൻ റോൾ ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ജ്യൂസ് കുക്കുംബർ കൊണ്ടാണ് കേട്ടോ. കുക്കുംബർ പഞ്ചസാരയിട്ട് പാല് പാർന്നടിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാനത് ആദ്യമൊക്കെ അടിച്ചെടുക്കാറുണ്ട് ഈ ജ്യൂസ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പാല് വേണ്ട എന്ന് പറഞ്ഞു. ഒന്നാമത് ഞാൻ കുടിക്കുന്നില്ല, പിന്നെ എന്തിനാണ് ഈ പാല് പാരണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ശരിയാണല്ലോ, ഞാൻ കുടിക്കാതെ എന്തിനാണ് അപ്പോൾ പാല് പാരണേന്നൊക്കെ എന്നുള്ള, കാരണം മൂപ്പർക്ക് പാൽ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ നീനുട്ടി പറഞ്ഞു എന്താ എനിക്കൊന്ന് ജ്യൂസൊന്നും വേണ്ട, ജ്യൂസ് കുടിച്ച് കലോറി കൂട്ടി ഞാൻ വെയിറ്റ് കൂടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അവൾ കേട്ടോ. നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ വെയിറ്റ് അവൾ കൂടുന്നുണ്ടെന്ന്? അപ്പോൾ ഞാൻ അവളെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി. അവൾ എന്ത് വെയിറ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും പോയില്ല കേട്ടോ. പിന്നെ അപ്പോൾ അവൾ എനിക്ക് ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് മാത്രമാണ് ജ്യൂസ് ഉണ്ടാക്കണം. അപ്പോൾ മൂപ്പർക്ക് കുക്കുംബർ ഇട്ടിട്ട് ഇച്ചിരി പഞ്ചാര ഇട്ടിട്ട് അവിടെ അടിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ മന്തി വീഡിയോ എടുക്കുന്നത് എൻ്റെ ഇതുമാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിക്കൈ കൊണ്ടാണ് പിന്നെ ചോറൊക്കെ തുറന്ന് നോക്കണത്. ആദ്യം നമ്മൾ മന്തി കൊണ്ടുപോയി വെച്ചു. പിന്നെ നമ്മുടെ സ്നാക്സ് ഐറ്റംസ് കൊണ്ടുവച്ചു. കണ്ട 6 കട്ട്ലറ്റും 6 മറ്റേ ഇതാണ് സംഭവമാണുള്ള ചിക്കൻ റോളാണ് ഇട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് കൊണ്ടുവച്ചു. പിന്നെ ചിക്കൻ വറുത്തത് കൊണ്ടുവച്ചു. പിന്നെ മയോണൈസ്, പിന്നെ ആ ഒരു ടൊമാറ്റോ സോസ്. ചിക്കൻ കണ്ട നല്ല, സത്യം പറയല ഞാൻ എന്നെ തന്നെ ഇപ്പോൾ തള്ളി തള്ളല്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതിലേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ ഫുഡൊക്കെ. പിന്നെ ഫ്രൂട്ട്സ് ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാത്തതുകൊണ്ട് ഇപ്പോഴും ആ പപ്പായും ബത്തക്ക ഇപ്പോഴും ബാക്കിയുണ്ട്. ബത്തക്ക പിന്നെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ബത്തക്ക കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പപ്പായ ഇന്നത്തോടുകൂടി തീർത്തു.
അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു. പിന്നെ ജ്യൂസ് ഐറ്റംസ് ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ നല്ലൊരു വലിയൊരു കോപ്പ ചുടുവെള്ളം അങ്ങോട്ട് എടുത്തുട്ടോ. എനിക്ക് ചുടുവെള്ളം കുടിക്കാനുള്ള അതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളത്തിനൊക്കെ നല്ല ദാഹം ഉണ്ടായിരുന്നു. ഇന്ന് നല്ല വെയിലല്ലേ. അപ്പോൾ ഞാൻ വെള്ളം എടുത്തു. അങ്ങനെ ഇതാ ഫുഡൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നല്ല രാത്രി വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് എനിക്കിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ആ നേരെ വീഡിയോ ഇടാൻ ഞാൻ എന്തോ പോലെ കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചെറിയൊരു ഷോർട്സ് ആയിട്ട് ഇട്ടതായിരുന്നു. അപ്പോൾ അതാ നമ്മൾ ഈത്തപ്പഴം കഴിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമേ ഇവിടെ ഈത്തപ്പഴം കഴിക്കുള്ളൂ കേട്ടോ. കാരണം മക്കൾക്കൊന്നും നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം കഴിക്കാനില്ല. അവരൊക്കെ വെള്ളം കുടിച്ചാട്ടോ തുറക്കുക. എനിക്ക് ഈത്തപ്പഴം തന്നെ കിട്ടണം. ഞാനത് കഴിച്ചു. ഇതാ നമ്മുടെ ചിക്കൻ ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളൊക്കെ നല്ല വെന്ത അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഫുഡൊക്കെ കഴിച്ച് നീനുട്ടി ഇവിടെ പാത്രം കഴുകൽ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ എന്താ പറയുക ഹസ്ബൻഡിനുള്ളതൊക്കെ മേശപ്പുറത്ത് വിളമ്പി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവൾ അപ്പോഴേക്കും അവളുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ തീർക്കട്ടെ. അത് കഴിഞ്ഞാലല്ലേ കിടക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് ഇതൊരു വലിയൊരു സമാധാനം കേട്ടോ. അവൾ കിച്ചണ് വൃത്തിയാക്കി വെക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയണത്. അപ്പോൾ അവളൊക്കെ വൃത്തിയാക്കി വന്ന് അപ്പോൾ ഞാൻ ഇതാ ഒരു 8:30 ആയപ്പോൾ തുത്തുനെ വിളിച്ചു നോക്കിട്ടോ. ഇന്ന് ഇമ്മയും അനുജുമും ഞാനൊക്കെ തുത്തുൻ്റെ അടുക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് അവരൊക്കെ എവിടെ എത്തിയിട്ടുണ്ടോ എന്ന് വിളിച്ചു നോക്കി. അപ്പോൾ അതാ അവരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. വീഡിയോ കോൾ ചെയ്തപ്പോൾ തുത്തുൻ്റെ അടുത്തേക്ക് ഞാൻ അങ്ങനെ വിളിച്ചതായിരുന്നു. ഈ നേരം ഞങ്ങൾ ഒരു മണിക്കൂർ സംസാരിക്കണം. അതാണ് നോമ്പ് തുറന്നിട്ട് ഞാനും അവളും വീഡിയോ കോൾ ചെയ്താൽ പിന്നെ വെക്കണമെങ്കിൽ 9-9:30 ആവട്ടെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് തുറന്ന് വെച്ച് അവളുടെ ജോലികളൊക്കെ അവൾ ചെയ്യും. ഞാൻ എൻ്റെ ജോലികൾ എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഞാനവിടെ സോഫയിൽ അങ്ങനെ കിടക്കായിരിക്കും വീഡിയോ കോളും ചെയ്ത്. അവൾക്ക് പിന്നെ മടക്കി വെക്കുക ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവളവിടെ പണിയെടുക്കും. ഞാനിവിടെ ഇങ്ങനെ കിടന്നങ്ങ് സംസാരിക്കാറായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് എല്ലാവരും ഉണ്ടായപ്പോൾ ഞാനതൊന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ്. അമ്മ ഉണ്ട്, നുജും ഉണ്ട്, ഞാനുണ്ട് കണ്ട് എല്ലാവരോടും കുറേ നേരം സംസാരിച്ച ശേഷമാണ് കേട്ടോ ഫോൺ വെച്ചത്. നീനുട്ടിനായിട്ടൊക്കെ ഇമ്മ സംസാരിച്ചു. അപ്പോൾ അവരിപ്പോൾ തന്നെ പോകട്ടോ. അവരിന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി നാളെ കാണാം. ബൈ ബൈ.